ഹായ് കൂട്ടുകാരി, ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു? എല്ലാവരും വിശേഷങ്ങളൊക്കെ കമൻ്റ് ഇടണം. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ രാവിലെ ഞാൻ ജോലിക്ക് പോവുകയാണ്. നമ്മുടെ ഇലന്തൂര് സാറിൻ്റെ വീട്ടിൽ. അപ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ പോയായിരുന്നല്ലോ ജോലിക്ക്. അവിടെയാണ് നമ്മളിന്ന് പോകുന്നത്. നേരത്തെ ഞാൻ 2-3 വർഷം കൊണ്ട് അവിടെ പോയിക്കൊണ്ടിരുന്നായിരുന്നു. പിന്നെ ഇടയ്ക്കൊക്കെ സാറിന് കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുകളെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ എന്നെ ഇടയ്ക്കൊക്കെ വിളിക്കത്തുള്ളായിരുന്നു. അപ്പം തന്നെ നമുക്കും ശമ്പളം ഇതുപോലെ കുറച്ചൊക്കെ തരത്തുള്ളൂ. പിന്നെ എപ്പോഴെങ്കിലും കയ്യിലുള്ളപ്പോഴൊക്കെയാണ് തരുന്നത്. പിന്നെ എൻ്റെ ഈ അവസ്ഥ കാരണം നമുക്ക് കഷ്ടപ്പാടില്ലാത്തടത്തല്ല നമുക്കും പോകാൻ പറ്റൂ. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ അവിടെ ഇന്നത് ചെയ്യുന്നുള്ള അങ്ങനെ നിർബന്ധമൊന്നുമില്ല. നോക്കിക്കണ്ട് നമ്മളങ്ങ് ചെയ്തു പോവുക, അത്രയേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ പോകുന്നത്. പിന്നെ ഇന്ന് ഇച്ചിരി പണി കാണും, കാരണം ഓണമൊക്കെ അല്ലേ. അപ്പോൾ അവിടെ അതിനനുസരിച്ച് വൃത്തിയാക്കണം, തൂത്തുവാരി തുടയ്ക്കണം, പിന്നെ കർട്ടനും കാര്യങ്ങളും എല്ലാം വാരിയിട്ട് കഴുകണം, പറക്കണം, അങ്ങനെയൊക്കെയുള്ള പണികൾ കാണും. പരിസരമൊക്കെ വൃത്തിയാക്കണം. അങ്ങനെയൊക്കെ ഇന്ന് ഇച്ചിരി പ്രയാസമുള്ള പണിയാണ്. പക്ഷേ ആവുന്നവർക്കാണെങ്കിൽ കുഴപ്പമില്ല കൂട്ടുകാരെ. എനിക്ക് എൻ്റെ ഈ കൈ വയ്യാത്തതുകൊണ്ട് നമുക്ക് ഒത്തിരി ബലം എടുക്കും, കൈക്ക് വേദന, തോളിനും വേദന വരും. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ നമുക്കിതൊന്നും വിഷയമല്ല. അപ്പോൾ അങ്ങനെ നമ്മൾ അങ്ങോട്ട് പോവാണ്. അപ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ച പോയി, പിന്നെ സാറ് പറഞ്ഞ് എല്ലാം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് ഇന്ന് പോകുന്നത്. ഞാൻ അന്ന് പോയതിൻ്റെ ശമ്പളം നമുക്ക് കറക്റ്റ് കിട്ടിയിട്ടില്ല. പിന്നെ ഇന്ന് പോയി നോക്കാം. പോയി നോക്കിക്കഴിയുമ്പോൾ അറിയാമല്ലോ, ഇന്ന് ജോലിയില്ല, സ്കൂളും അവധിയാണല്ലോ. അപ്പോൾ നമ്മൾ വെറുതെ വീട്ടിൽ ഇരുന്നിട്ട് കഥയില്ലല്ലോ. ഇത് പിന്നെ എപ്പോഴാലും കിട്ടുമ്പോഴെങ്കിലും കിട്ടുമല്ലോ. അങ്ങനെ വിചാരിച്ചിട്ട് അങ്ങോട്ട് പോവുകയാണേ. ഇപ്പോൾ തന്നെ 8:45. എളുപ്പം ചെല്ലട്ടെ. ഇനി നമ്മൾ ഇവിടുന്ന് അങ്ങ് നേരെ അങ്ങ് ചെന്നിട്ട് ഇവിടുന്ന് ഓമല്ലൂർ ചെന്ന് വേണം നമുക്ക് പോകാൻ. നേരത്തെ നമ്മൾ ഓമല്ലൂർ ഒക്കെ ആകുമ്പോൾ എളുപ്പം നമുക്ക് അങ്ങോട്ട് പോകാൻ. ഇപ്പോൾ ഭാര്യ അടുത്ത് അവിടെ വീട്ടിൽ താമസിച്ചപ്പോഴാണെങ്കിലും നമുക്ക് എളുപ്പമായിരുന്നു പോകാനും വരാനും. ഇവിടെ ആണ് നമുക്ക് ഇച്ചിരി ദൂരമുണ്ട്. പിന്നെ ഞാൻ നൈറ്റ് ഇട്ടുണ്ടാണ് പോകുന്നത് കൂട്ടുകാരെ കേട്ടോ. പിന്നെ എൻ്റെ ഒരു പേഴ്സ് മാത്രമേ ഉള്ളൂ. ഈ പേഴ്സ് ഞാൻ വണ്ടിക്കകത്ത് വെച്ചിട്ടാണ്, ഫോണ് മാത്രം എടുത്തുകൊണ്ട് പോകും. ഈ ഷാളും ഞാൻ വണ്ടിക്കകത്ത് ഇടും. തോർത്തും ഫോണും മാത്രമേ കൈ പിടിച്ചുകൊണ്ട് പോകത്തുള്ളൂ, വേറെ ഒന്നും കൊണ്ടല്ല. എന്നെ ഇതുവരെ അങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷേ അവിടെ നേരത്തെ ജോലിക്ക് ഞാനിപ്പോൾ ചെന്നിട്ട് ഇപ്പം 3 വർഷം കഴിഞ്ഞു ജോലിക്ക് പോയി വരുന്നിട്ട്. ബാക്കി 1 മാസം 2 മാസമൊക്കെ ആരെങ്കിലുമൊക്കെ അവിടെ ജോലിക്ക് നിന്നിട്ടുള്ളൂ, അല്ലാതെ നിന്നിട്ടില്ല. എല്ലാവരും അവിടെ നിന്ന് മാറും, എന്താ കാര്യം അറിയത്തില്ല. പിന്നെ അവിടുത്തെ സാറിൻ്റെ ചേച്ചി പറഞ്ഞത് സാറിനാരെയും വിശ്വാസമില്ല, പിന്നെ ഫോൺ വിളി കൂടുതൽ, അങ്ങനെയൊക്കെ ഉള്ളവർ. പിന്നെ സാറിന് അവിടെ ജോലിക്കൊക്കെ വരുമ്പം അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ പറക്കിക്കൊണ്ട് പോകുന്നു എന്നൊക്കെ സാറ് പറയുന്നു, അന്ന് ചേച്ചി പറയുന്നു, എനിക്കറിയില്ല. അപ്പം ഞാനിങ്ങനെ ചേച്ചി നോക്കും. ചേച്ചി പറഞ്ഞു, അയ്യോ സുജയ അങ്ങനൊന്നും ഇല്ല കേട്ടോ, സുജയ ഭയങ്കര വിശ്വാസമാണ് സാറിനെന്ന് പറഞ്ഞു. അത് ശരിയാണ്, സാർ എന്നെ വീടകപ്പിച്ചിട്ടൊക്കെയാണ് സാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്. എങ്കിലും ഉള്ളിൽ എനിക്കും ഒരു ഭയം. അപ്പോൾ ആ കാരണത്താൽ എന്തെങ്കിലും കണ്ടില്ലേ നമ്മൾ അപ്പോൾ സാറ് പറയുന്നത് ഇതുപോലെ കവറും കൊണ്ടൊക്കെ വരുന്നവരാ വന്ന് അതിനകത്ത് കൊണ്ടുപോകുന്നത്, ഉപ്പും മുളകും എല്ലാം കൊണ്ടുകൊണ്ട് പോകാമെന്നാണ് പറയുന്നത്. വീട്ടു ജോലിക്കാരെന്ന് പറയുമ്പോൾ തന്നെ ഒരു എന്താ പറയുന്നത്, ഒരു അത്ര ഇതായിട്ടാണ് കാണുന്നത്. ചില സമയത്ത് നമ്മൾ ജോലിക്കാരി വന്നില്ല, ജോലിക്കാരി വന്നു ഇവിടെ ഉണ്ട്, ഇതൊക്കെ പറയുമ്പോൾ തന്നെ കേൾക്കും നമുക്കൊരു ഇന്നത്തെ കാലഘട്ടത്തിലൊക്കെ. അതുകൊണ്ട് നമ്മൾ ജോലിക്കാരിയാണ്, ആ സംഭവം ശരിയാണ്. പക്ഷെ എന്നാലും അങ്ങനെ പുരോഗമനമില്ലാത്തത് പോലെ ഉണ്ടല്ലോ. നമ്മൾ വീട്ടു ജോലിക്കാണ് പോകുന്നത്. അപ്പം അങ്ങനെ ജോലിക്കാരികൾ വരുന്നവരെല്ലാം സഞ്ചിക്കകത്ത് വാരി കെട്ടിക്കൊണ്ട് പോവുക എന്നൊക്കെയാണ് പറയുന്നത്. അവിടെ കൂട്ടുകാർ മിക്കപ്പോഴും കാണുന്നതാണല്ലോ, ഒരു 10 രൂപയുടെ മത്തി വാങ്ങിച്ചാൽ അതിനെ തോരൻ വെക്കണം, കറി വെക്കണം, വറക്കണം, എന്തെല്ലാം ആ ഒരു മീൻ വെച്ച് ചെയ്യാമോ അത്രയും ചെയ്യുന്ന ആ ഒരു അവസ്ഥയാണ് സാറിൻ്റെ അവസ്ഥയും കാര്യങ്ങളും. അപ്പോൾ പിന്നെ നമ്മൾ ഇനി കവറും ഒക്കെ വാരി കെട്ടിക്കൊണ്ട് നമ്മൾ ഇപ്പോൾ ചുരിദാർ ഇട്ടുകൊണ്ട് പോയി കഴിഞ്ഞാലും ചുരിദാർ ഇട്ടുകൊണ്ട് നമുക്ക് പണി ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ ഇതുപോലെ തോർത്തും നൈറ്റിയൊക്കെ വേണം. അന്നേരം നമുക്കത് കവറിനകത്ത് കൊണ്ടേ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇനിയിപ്പോൾ എത്ര ദൂരമാണെങ്കിലും നമ്മുടെ വണ്ടിയിലല്ലേ പോകുന്നത്, ബസ്സിനല്ലല്ലോ പോകുന്നത്. അപ്പം ഞാൻ നൈറ്റ് തന്നെ ഇട്ടുകൊണ്ട് പോകും. ഇട്ടുകൊണ്ട് പോയിട്ട് അങ്ങനെ ഒരു ഇതുള്ളവരുടെ വീട്ടിൽ ഒന്നാമത്തെ എനിക്ക് പോകുന്നത് ഇഷ്ടമല്ല, അങ്ങനെയുള്ളവരുടെ വീട്ടിൽ ഞാൻ പോകത്തേ ഇല്ല. അപ്പോൾ പിന്നെ ഇത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഇപ്പോഴത്തെ അവസ്ഥയിൽ എനിക്ക് കഷ്ടപ്പാട് എനിക്ക് ഒത്തിരി പറ്റില്ല. പിന്നെ പറ്റുന്ന പോലെ നമ്മൾ ചെയ്യും, അതനുസരിച്ചുള്ള ശമ്പളമേ ഞാൻ വാങ്ങിക്കത്തുള്ളൂ കേട്ടോ. നമുക്ക് ജോലി ചെയ്യുന്നതെന്ന് പറഞ്ഞ് ഓവർ ശമ്പളമൊന്നും വേണമെന്നൊന്നുമില്ല, നമ്മുടെ അവസ്ഥയ്ക്കനുസരിച്ചുള്ള നമ്മുടെ ജോലിക്കനുസരിച്ചുള്ള ശമ്പളം മതി. അപ്പോൾ അങ്ങനെ വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ പോകുന്നത്. ഞാൻ പോകുമ്പോൾ ഈ ഷാളും ഈ പേഴ്സും എൻ്റെ വണ്ടിക്കകത്ത് വെച്ചിട്ടാണ് അവരുടെ വീട്ടിനകത്തോട്ട്, വണ്ടി റോഡ് സൈഡിലാണ് വെക്കുന്നത്, അവിടെ വെച്ചിട്ടാണ് ഞാൻ വീട്ടിലോട്ട് കയറി പോകുന്നത്. തോർത്ത് മാത്രമാണ് ഇട്ടുകൊണ്ട് ഞാൻ കയറി പോകുന്നത്. അങ്ങനെ പിന്നെന്താ, ഇഷ്ടംപോലെ വീടുകൾ ഞാൻ പറഞ്ഞില്ലേ കൂട്ടുകാർ. എൻ്റെ ഒരു അറിവായ നാൾ തൊട്ട് ഒരു 10-18 വയസ്സ് തൊട്ടേ ഞാൻ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. 10-18 16-17 വയസ്സ് തൊട്ടേ ഞാൻ ജോലിക്ക് പോയിക്കൊണ്ട് അത്യാവശ്യം കാര്യങ്ങൾ നോക്കിക്കൊണ്ടൊക്കെ വീട്ടു ജോലിക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇഷ്ടംപോലെ വേറെ ജോലിക്കൊക്കെ പോയിട്ടുണ്ട്. അപ്പം നമ്മൾ പോകാത്ത വീടുകളോ ജോലിക്ക് പോകാത്ത ഒന്നുമില്ല. ഇഷ്ടംപോലെ സ്വർണ്ണക്കട വരെയുള്ളവരുടെ വീട്ടിൽ പോയിട്ടുണ്ട്.
എന്നെ അവർ വീട് ഏൽപ്പിച്ചിട്ട് പോയിട്ടുണ്ട്. പിന്നെ സ്വർണ്ണക്കടയിൽ പോയി അവരുടെ ഗോഡൗണും കാര്യങ്ങളും അതിനകത്തൊക്കെ വൃത്തിയാക്കാനും എടുക്കാനൊക്കെ നമ്മളെ അത്ര വിശ്വാസത്തിൻ്റെ പുറത്ത് അവർ നമ്മളോട് ചെയ്തിട്ടുണ്ട്, നമ്മളെ കൊണ്ടുപോയിട്ടുണ്ട്, എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്വർണ്ണക്കടയുള്ളവരുടെ വീട്ടിലാണെങ്കിൽ ഇഷ്ടംപോലെ സ്വർണ്ണങ്ങൾ, ഈ പഴയ സ്വർണ്ണങ്ങളൊക്കെ വരുന്നേക്കും, അതൊക്കെ അവിടെ കൊണ്ടുവച്ചിട്ട് ഇതിലൊക്കെ ചേച്ചി എന്നെ ഭയങ്കര വിശ്വാസമായിരുന്നു ചേച്ചിക്ക് കേട്ടോ, നമ്മളെ ഇതിന് പൊക്കി പറയുന്നതല്ല. അപ്പോൾ എന്നെ ഇങ്ങനെ കാണിക്കുകയും എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ചേച്ചി. എന്നിട്ട് അവിടെ ഒരു അമ്മച്ചി മാത്രമേ ഉള്ളൂ, അമ്മച്ചിയെ നോക്കാനാണ് ഞാൻ നിൽക്കുന്നത്. വൈകുന്നേരം അമ്മ ചേച്ചി വരുമ്പോൾ എനിക്ക് തിരിച്ചും പോരാ. അങ്ങനെ നമ്മളെ ഏൽപ്പിച്ചിട്ട് പോകുന്ന വീടുകളുണ്ടായിരുന്നു. പിന്നെ ഈ സാറിൻ്റെ വീട്ടിൽ 10 രൂപയ്ക്ക് മത്തി മേടിക്കുന്ന സാറിൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ വരാൻ പോകുന്നത്, ഞാനെന്നല്ല ഇങ്ങനെ പൊതുവേ അവിടെ വരുന്നവരും വരുന്നെന്ന് പറഞ്ഞാൽ എന്നെ പറഞ്ഞിട്ടില്ല, നമ്മൾ പറയാൻ പാടില്ലാത്ത പറഞ്ഞുകൂടാമല്ലോ, എന്നെ പറഞ്ഞിട്ടില്ല. അങ്ങനെ പിന്നെ നമുക്ക് പിന്നെന്താ പറ്റത്തില്ല. അപ്പം ഞാൻ അവിടെ അങ്ങനെയൊക്കെ പോകുന്ന സമയത്തൊക്കെ വാങ്ങിച്ചതാണ് ഈ കാതി കിടക്കുന്ന കുഞ്ഞു മാട്ടിയൊക്കെ. ഞാൻ സ്വർണ്ണക്കടയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ ചേച്ചി അവിടെ ജോലിക്ക് പോകുമ്പോൾ മേടിച്ചിരുന്നതാണ്. അന്ന് എനിക്ക് ശമ്പളം എന്ന് പറഞ്ഞാൽ 800 രൂപയായിരുന്നു ശമ്പളം ഒരു മാസം. അങ്ങനെയൊക്കെ ഉള്ള വീടുകളിൽ നമ്മൾ നിന്നിട്ടുണ്ട്. പിന്നെ നമ്മളില്ലേ ഈ ദാരിദ്ര്യം കാണിക്കുന്ന വീട്ടിൽ അതിലുപരിയായിട്ട് നമ്മുടെ വീട്ടിലുണ്ട്. പിന്നെ അപ്പോൾ ചോദിക്കും എന്തിനാണ് പിന്നെ വീട്ടു ജോലിക്ക് പോകുന്നതെന്ന്. നമ്മളെ കൊണ്ട് പറ്റുന്ന ജോലിക്ക് പോയി ജീവിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു തീരുമാനം. അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന കഥയും പറഞ്ഞ് ഞാനിവിടെ നിന്ന് പോകും കൂട്ടുകാരെ. പോയിട്ട് കേട്ടോ, ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് അവിടെ ചെന്നിട്ട്. വീടൊക്കെ തൂത്തുവാരി കഞ്ഞിക്ക് വെള്ളം അടുപ്പത്ത് വെച്ചു. ഇവിടെ ഒരു മൂടി ചേമ്പ് നിൽപ്പുണ്ടായിരുന്നു, ഞങ്ങളുടെ സാറ് ഇളക്കി തന്നത് ഇവിടോട്ട്, അതിനും കറി വെക്കാൻ എടുക്കണം. അങ്ങനെ ചേമ്പ് വൃത്തിയാക്കിയെടുത്ത് കറി വെക്കാനായിട്ട്, പിന്നെ കുറച്ച് മുരിങ്ങയില എടുത്ത് തോരൻ വെക്കാനായിട്ട്, അങ്ങനെ ഇത് രണ്ടും വേവിച്ചു. ചോറും വെന്തു. പിന്നെ അതിനിടയ്ക്ക് ഈ പരിസരമൊക്കെ ഒന്ന് വൃത്തിയാക്കണമായിരുന്നു. അപ്പോൾ ഇവിടെയൊക്കെ ഞാൻ പോച്ചയൊക്കെ നുള്ളിപ്പറിച്ച് കുറച്ച് ഇവിടെ ഇട്ട് കത്തിച്ചു, കുറച്ച് അങ്ങ് അപ്പുറത്ത് അയ്യകൊണ്ട് വെളിയിൽ അവിടെ കൊണ്ട് കളഞ്ഞു. നല്ല കാടായിരുന്നു കൂട്ടുകാരെ, പക്ഷേ ഈ കാട് എടുക്കുന്നതിന് മുന്നേ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഒരു അത്യാവശ്യം കാടായിരുന്നു, അതെല്ലാം പിന്നെ വൃത്തിയാക്കിയിട്ടു. പിന്നെ അപ്പുറത്ത് വഴിയൊക്കെ ഉണ്ടായിരുന്നു, അവിടെയൊക്കെ പോയി ഒന്ന് പോച്ചയൊക്കെ പറിച്ച് വൃത്തിയാക്കിയിട്ടു. പിന്നെ 4-4:30 കഴിഞ്ഞ് ഞാൻ അവിടുത്തെ ജോലി കഴിഞ്ഞപ്പോൾ. അതിനിടയ്ക്ക് എൻ്റെ അമ്മായിയമ്മയ്ക്ക് വയ്യാന്നൊക്കെ പറഞ്ഞ് പിന്നെ നാത്തൂൻ ആശുപത്രിയിലോട്ട് കൊണ്ടുപോയി. പിന്നെ തിരിച്ച് വീട്ടിൽ കൊണ്ടുപോയി. പിന്നെ ഇത് കഴിഞ്ഞ് എനിക്ക് വീട്ടിലോട്ട് പോകണമായിരുന്നു. അങ്ങനെ പിന്നെ ജോലി കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ എൻ്റെ വണ്ടി അവിടെ ഓമല്ലൂർ വെച്ചിട്ട്, ഏട്ടനും അവിടെ നിന്ന് അപ്പുറത്തായിരുന്നു ജോലി, അപ്പോൾ ഏട്ടനും അവിടോട്ട് വന്നു. അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ രണ്ടുകൂടെ വീട്ടിലോട്ട് പോകാൻ പോയി. അപ്പോൾ ഇതാണെങ്കിൽ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് പോയ വഴിക്ക് പുത്തൻപീടി ജംഗ്ഷനാണ്, അവിടെ പോയാണ് നമ്മൾ പെയിൻ്റ് എടുത്തത് നമ്മുടെ വീട്ടിലേക്ക്. അപ്പോൾ ഈ പെയിൻറ്റ് കട ഇരിക്കുന്നത് നമ്മുടെ പഴയ സിനിമാ നടൻ ക്യാപ്റ്റൻ രാജു സാറിൻ്റെ വീടാണ്. കുടുംബമായിരുന്നു ഇവിടെ ഈ പെയിൻറ്റ് കട ഇരിക്കുന്നുണ്ട്. അറിയാവുന്ന കൂട്ടർക്കൊക്കെ അറിയാമായിരിക്കും. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പിന്നെ അങ്ങ് വീട്ടിലോട്ട് പോയി. മോൾക്ക് ഈവനിങ് ആയിരുന്നു, അപ്പം മോളെയും വിളിച്ചുകൊണ്ട് വേണം ഞങ്ങൾക്ക് തിരിച്ചു പോരാൻ. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ ചെന്നു. പിന്നെ നാത്തൂനൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ മോനെ കണ്ടപ്പോഴത്തേന് അമ്മ എണീറ്റ്. പിന്നെ നാത്തൂനും അമ്മയും ഞങ്ങളെല്ലാവരുടെ കാര്യം പറഞ്ഞുകൊണ്ട് അവിടെ ഇരുന്നു. ഇപ്പൊ ഇളയതിപ്പം വെളിയിൽ പോകാൻ വേണ്ടിയാണ്, നല്ല സ്നേഹമുള്ളത്. അങ്ങനെ പിന്നെ വർത്തമാനം എല്ലാം പറഞ്ഞ് കഴിഞ്ഞ് ഒരു 7:45 കഴിയുമ്പോൾ ഞങ്ങൾ നേരെ ഇറങ്ങി മുത്തൂറ്റ് മോള് ജോലിക്ക് ഇരിക്കുന്ന ഹോസ്പിറ്റലിൽ വന്നു. അപ്പോഴത്തേക്ക് 8 മണി കഴിഞ്ഞു. പിന്നെ മോളെയും വിളിച്ചുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോരുന്നു. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ബൈ കൂട്ടുകാരെ.